Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursaleen wa ala alihi wa ashabihi al-faizina biridallah. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിജ്ഞാനവേദി എന്ന ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിത പ്രയാസങ്ങൾക്ക് ഇസ്ലാമികമായ പരിഹാരം എന്ന വിഷയം വളരെ വിപുലമായ അർത്ഥങ്ങളുള്ള ഒരു വിഷയമാണ്. കാരണം മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ജീവിത പ്രയാസങ്ങളാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 4-5 പതിറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യവർഗത്തിൽ വന്നു ചേർന്ന വിപുലമായ സൗകര്യങ്ങളും അതുവഴി ഉണ്ടാക്കിയ ജീവിത സൗകര്യങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും പ്രയാസങ്ങൾ കുറയുമെന്നായിരുന്നു പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നേരെ തിരിച്ച് മനുഷ്യർ ഓരോരുത്തർക്കും ജീവിതത്തിൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ അവരിൽ പല രൂപത്തിലുള്ള സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ അടുത്ത് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളുണ്ട്. ഞാനത് അത്ര അങ്ങനെയുള്ളൊരു സദസ്സല്ലാത്തത് കൊണ്ട് വിശദമായി അതിനെപ്പറ്റി പറയുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉറക്കമില്ലായ്മ എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉറക്കുഗുളികകൾ കഴിക്കുന്ന ആളുകളെപ്പറ്റി നടത്തിയ പഠനങ്ങളിൽ കാര്യമായി ഇത്തരം പഠനങ്ങൾ നടത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. നമ്മുടെ നാടുകളിലുള്ള ഒരു പ്രശ്നം ഇത്തരം കാര്യങ്ങൾ പലരും പുറത്തു പറയാറില്ല എന്നുള്ളതാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ ഇതിൻ്റെ പഠനം നടത്താൻ പറ്റിയ ഒരാളോടോ പറയുന്നത് ഒരു കുറച്ചിലാണ് എന്നും അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു മാനസിക രോഗിയായി ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ള തോന്നൽ കൊണ്ട് അത് ആളുകൾ പറയില്ല. അത് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈംഗിക പ്രശ്നങ്ങൾ, അതേപോലെ തന്നെയുള്ള കുടുംബ പ്രശ്നങ്ങൾ പുറത്ത് ഏതെങ്കിലും ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രാൻഡഡ് ആകും എന്ന് പേടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ആളുകൾ. നമ്മുടെ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് സൊസൈറ്റി ഒക്കെ അങ്ങനെയാണ് വരിക. ഏഷ്യൻ കമ്മ്യൂണിറ്റിൻ്റെ ഒരു പ്രശ്നമാണ്. എന്നാൽ അമേരിക്കയിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യവും അവർക്ക് പഠനങ്ങളിൽ വിശ്വാസവും ഉണ്ടായതുകൊണ്ട് പല ആളുകളും ഇത്തരം പഠനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉറക്ക ഗുളിക കഴിക്കുന്ന അല്ലെങ്കിൽ ഗുളിക കഴിക്കാതെ ഉറങ്ങാൻ സാധിക്കാത്ത ആളുകൾ ഉള്ളത് കോടീശ്വരന്മാരാണെന്ന് പറയും. നമ്മളെ ധാരണ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് അവർ വിശപ്പിൻ്റെ സഹിക്കാൻ പറ്റാതെയാണ് ഉറക്കം വരാത്തത് എന്ന് കരുതിയെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. മില്യനേഴ്സ് എന്ന് പറയുന്ന വിഭാഗം ആണ് ഉറങ്ങാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഗുളികകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നമ്മുടെ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ, രാത്രിയിലൊക്കെ നമ്മൾ നടന്നു പോവുകയോ കാർ ഓടിച്ചു പോകുമ്പോൾ ഈ കൊതുകടിയും തണുപ്പും അല്ലെങ്കിൽ ചൂടും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിറ്റേന്ന് രാവിലെ ഷട്ടർ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു 9 മണിക്ക് തട്ടി വിളിക്കുമ്പോൾ മാത്രമേ ആ സദത്ത് വരെ കൂർക്കം വലിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാ സൗകര്യങ്ങളുള്ള മെത്തയും AC-യും മറ്റ് സൗകര്യങ്ങളും മുഴുവനുള്ള ആളുകൾ, ഉറക്കത്തിൽ ഡാർക്ക് റൂമാക്കാനുള്ള സൗകര്യങ്ങൾ, ഒരു സ്വിച്ച് ഇട്ടാൽ മറ്റേതെല്ലാം ഇങ്ങനെ ആകുന്ന സൗകര്യമുള്ള ആൾക്ക് ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും അസ്വസ്ഥമായി നടക്കുന്ന ആളുകൾ. ഇവിടെയാണ് ഈ വിഷയം. നമ്മൾ എന്തുകൊണ്ടാണ് ആളുകൾ ജീവിത പ്രയാസം, ഇത് ഉറക്കത്തിൻ്റെ മാത്രം കാര്യങ്ങളല്ല. അമേരിക്കയിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഏതാണ്ട് 85% വരുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും
ആത്മഹത്യ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യയെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി മരിച്ചാൽ മതി എന്ന് കരുതുന്ന 85% ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും ഗൗരവത്തോടു കൂടി ആളുകൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ജീവിത പ്രയാസങ്ങൾ എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ മരണത്തിലേക്ക് നീങ്ങുന്നത്, ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വരുന്നത്, അസ്വസ്ഥരാകുന്നത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്ത്യൻ ഏഷ്യൻ കമ്മ്യൂണിറ്റിക്ക് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാനുള്ള മടി കൊണ്ട് ഇവർ പലരും ഈ ദുഃഖവും വേദനയും സങ്കടവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇരിക്കുന്നു. ഇങ്ങനെ ഉള്ളിലൊതുക്കിക്കഴിഞ്ഞാൽ ഒതുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം പൊട്ടിത്തെറിക്കുന്നു. ഈ പൊട്ടിത്തെറിക്കൽ ഇത് നമ്മൾ അതിന് ശാസ്ത്രീയമായി പഠിക്കണം, അത്ര വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ശാസ്ത്രീയമായി അത് വിലയിരുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ചില അന്തസ്രാവി ഗ്രന്ഥികൾ, ചില ഹോർമോണുകളാണ് നമുക്ക് സന്തോഷം, സങ്കടം, ദേഷ്യം, ക്ഷോഭം, വിഷാദം ഒക്കെ ഉണ്ടാക്കുന്നത്. ഡോപ്പമിൻ, സെറട്ടോണിൻ, 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ കുറേ സാധനങ്ങൾ, ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ ഹോർമോണുകളാണ്. ഇതിൻ്റെ ഏറ്റവും കുറച്ചിലുമാണ്, അല്ലെങ്കിൽ ഇത് കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്, നമുക്ക് ദുഃഖം തോന്നുന്നത്, നമുക്ക് വിഷാദം തോന്നുന്നത്, നമുക്ക് ഡിപ്രഷൻ തോന്നുന്നത്, മരിച്ചാൽ മതി എന്നൊക്കെ തോന്നാനുള്ള കാരണം ഈ സന്തോഷത്തിൻ്റെ ഹോർമോണുകളാണ്. അത് പറയാനുള്ളത്, ഈ ഹോർമോണുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിത പരിസരത്തിലുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഈ ഹോർമോണുകളെ നിയന്ത്രിക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് കുറച്ച് സമയം, അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് മാനസിക നില സാധാരണ പോലെ തോന്നുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ശരീരം തേടുന്നത്, അന്വേഷിക്കുന്നത് സൗഖ്യം എന്ന അവസ്ഥയെയാണ്. അല്ലാതെ വളരെ ഗൗരവത്തോടെ ആ വിഷയം പറയാനുള്ള കാര്യം, സൗഖ്യം, സന്തോഷം, സുഖം തുടങ്ങിയവയാണ് മനുഷ്യൻ അവൻ്റെ ശരീരവും ആത്മാവും അന്വേഷിക്കുന്നത്. എവിടെയാണ് സൗഖ്യം കിട്ടുക, എവിടെയാണ് സന്തോഷം ലഭിക്കുക, എവിടെയാണ് സുഖം ലഭിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആത്യന്തിക സുഖം, ആത്യന്തിക സൗഖ്യം ലഭിക്കാൻ പരലോകത്തെ ലഭിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ വിശ്വാസികളും പറയുന്നത് ഈ സുഖമുണ്ടാകാൻ നമ്മൾ എന്തു ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ സുഖത്തിൻ്റെ എതിരാണ് അസുഖം, സൗഖ്യത്തിൻ്റെ എതിരാണ് നമുക്കുള്ള നഷ്ടം അല്ലെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥകൾ. ഇത് ഉണ്ടാക്കാൻ മനുഷ്യ ശരീരം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, നിങ്ങൾക്ക് സുഖമുണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സുഖമുള്ള ആളുകളുമായി ജീവിക്കണം. ഇന്ന് ചിരി ക്ലബ്ബുകളുണ്ട്, നിങ്ങൾ അറിയുമെന്നറിയില്ല, ചിരി ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്, കണ്ണൂരൊക്കെ ഉണ്ട്. അവിടെ പോയി നിന്നാൽ നിങ്ങൾ വെറുതെ ചിരിക്കുക, കുറേ നേരം ചിരിക്കുക. അപ്പോൾ കുറേ ആൾക്കാർ ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ പറയുന്ന ഹോർമോണുകൾ കുറച്ച് കൂടുതൽ വരും. അപ്പം അങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുക, ഇതൊരു മാർഗമാണ്. ചില ആളുകൾ പറയുന്നു സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയാം. ഈ മോട്ടിവേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആൾക്കാർ സന്തോഷമുള്ളത് മാത്രം പറയുക, കേൾക്കാൻ ഇഷ്ടമുള്ളത് മാത്രം പറയുക, അത് കേൾക്കുന്നിടത്ത് മാത്രം പോകുക, അല്ലാത്ത സ്ഥലത്തു നിന്ന് ഓടി ഒളിക്കുക തുടങ്ങിയ കാര്യം. ഇത് കുറച്ച് നേരമൊക്കെ അതിന് സമാധാനം, സന്തോഷം കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതുണ്ടാവും, പഴയതുപോലെ തന്നെയാകും. ഇവിടെ കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന എൻറ്റിറ്റി, മനുഷ്യൻ എന്ന് പറയുന്ന സ്വത്വം ആരാണ്, എന്താണ്, എന്തിനാണ് ഈ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ കോടാനുകോടി ജീവികൾ നമ്മുടെ ലോകത്തുണ്ട്.
അതിസൂക്ഷ്മമായ വൈറസുകൾ മുതൽ ഭീമാകാരനായ നീലത്തിമിംഗലം വരെയുള്ള പല സൈസിലുള്ള ജീവജാലങ്ങൾ ഉണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത എന്താണ് മനുഷ്യനുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്നേഹം, കരുണ, ആർദ്രത, സഹതാപം, സഹാനുഭൂതി, സാഹോദര്യം തുടങ്ങിയ സാധനങ്ങളൊന്നും കാര്യമായി മറ്റു ജീവികൾക്കില്ല. അപൂർവം ചില ജീവികൾക്ക് ചില ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ആടിനെ അറുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ജീവികളെ അറുക്കുന്ന സ്ഥലത്ത് ഉള്ള മറ്റു ജീവികൾ അവർ പ്രതികരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഒലുഹിയത്ത് ഇതിനൊക്കെ സമയത്തുള്ള മറ്റു ആടുകൾക്ക് അവിടെ ആടിനെ അറുക്കുന്ന കണ്ടാൽ പോലും പല ജീവികൾക്കും റെസ്പോൺസ് ഉണ്ടാകാറില്ല. ചില ജീവികളുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരാറുണ്ട്. ഞാൻ അതുകൊണ്ട് തീരെ ഇല്ല എന്നല്ല. അപ്പം ഇതിൽ പഠനം നടത്തിയ ആളുകൾ പറയുന്നത് നമ്മുടെ മനുഷ്യന് മാത്രമുള്ള കുറേ നല്ല നല്ല ഗുണങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ സഹതാപം, സഹാനുഭൂതി, സ്നേഹം, കരുണ, ആർദ്രത, മറ്റുള്ളവനെ മനസ്സിലാക്കുക, ഈ ഒരു കാര്യങ്ങളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരി മനുഷ്യന് എവിടെ നിന്നൊരു സാധനം കണ്ടാലും ഇത് നല്ലതാണോ ചീത്തയാണോ, അപകടമാണോ അപകടമില്ലാത്തതാണോ എന്നറിയാനുള്ള വിവേചന ശക്തിയുണ്ട്. ഈ വിവേചന ശക്തി ജന്മലാ ഉണ്ട്. മറ്റു ജീവികൾക്ക് ജന്മലാ കിട്ടുന്ന ചില ശക്തികൾ മാത്രമേ ഉള്ളൂ. അവിടേക്ക് പോയാൽ അപകടം വരുമെന്ന് ചില ജീവികൾക്ക് ഉണ്ട്. എന്നാൽ മനുഷ്യനത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ അനുഭവങ്ങളിലൂടെ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള മനുഷ്യൻ്റെ ഹോർമോണുകളിൽ അല്ലെങ്കിൽ ജീനുകളിൽ തന്നെയുള്ള പാഠങ്ങൾ സൂചിപ്പിക്കുന്നത് തീ തൊട്ടാൽ പൊള്ളും എന്ന് അനുഭവത്തിലൂടെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാകും. പിന്നെ ആ കുട്ടി അത് ചെയ്യില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ജീവി ഒരിക്കൽ തൊട്ടു, പൊള്ളി, ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ആ ജീവി ആ പാത്രത്തിൻ്റെ അടുത്ത് പോകുന്നു, അതിൽ തലയിടുന്നു, പൊള്ളുന്നു. അപ്പം ഇങ്ങനെ ഈ വിവേചന ശക്തി കൂടി കൊടുത്ത് ഒരു ഭാഗത്ത് പടച്ചവൻ വിവേകവും വിവേചന ശക്തിയും കൊടുക്കുന്നു, മറുഭാഗത്ത് പടച്ചവൻ ഇത്രയുമുള്ള ഒരുപാട് നല്ല ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണ് ലോകത്തുള്ള എല്ലാ ദാർശനികരായ ആൾക്കാരും ബുദ്ധിജീവികളായ ആൾക്കാരും ഫിലോസഫർമാരും ഒക്കെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയം, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് വന്നത് എന്നുവെച്ചാൽ മനുഷ്യൻ, ഞാൻ എന്തിനാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്, കുറേ കാലമായി ഇങ്ങനെ നിൽക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയാൽ, പാലിയേറ്റീവ് കെയർ ഹോമുകളിൽ പോയാൽ, ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ഇവർ പലരും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാറുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത് എന്നുള്ള രൂപത്തിൽ ഞാൻ എന്താണ് എന്നുള്ള ചർച്ച, ഞാൻ എവിടേക്കാണ് വന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നതിനെക്കുറിച്ച്, ഞാനും മറ്റു ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെക്കുറിച്ച് പല ഫിലോസഫർമാരും പല ദാർശനികന്മാരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ ഇതിനെപ്പറ്റി പറഞ്ഞ ചില സൂക്തങ്ങൾ വളരെ കൃത്യമായി മനുഷ്യരിലേക്ക് എത്തുന്നുണ്ട്. യൂറോപ്യൻ സമൂഹത്തിലും അമേരിക്കൻ സമൂഹത്തിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കാനുണ്ടായ പ്രധാന കാരണമായി പറയുന്നത്, ഇവർ ഇസ്ലാം മനുഷ്യന് നൽകുന്ന ഈ ഒരു ലക്ഷ്യബോധം, മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നും ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും കൃത്യമായി മറ്റാർക്കും പറയാൻ കഴിയുന്നില്ല. ഞാൻ 50 വയസ്സിൽ മരിച്ചു പോകുന്നു, വേറൊരാൾ 80 വയസ്സിൽ മരിച്ചു പോകുന്നു, ചില ആളുകൾ 5 വയസ്സിൽ മരിച്ചു പോകുന്നു. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അവനും ഞാനും, പിന്നെ ചില ആൾക്കാർ 90 വയസ്സ് കഴിഞ്ഞിട്ടു എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്നോ എന്ന് കരുതിയിട്ടും അവർ മരിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം മീഡിയയിൽ വായിച്ചൊരു കാര്യം, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ മരണത്തിനെ എങ്ങനെ കവർ ചെയ്യാം എന്നതിനെക്കുറിച്ച് സന്തോഷത്തോടു കൂടി കവർ ചെയ്യാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു യോഗാചാര്യൻ 53-ാമത്തെ വയസ്സിൽ മരിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് കാർഡിയാക് സർജറി ചെയ്ത ഒരു ചെറുപ്പക്കാരനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ അടുത്ത ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു. അപ്പം ഇതൊക്കെ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഇതിലേക്ക് ചില നല്ല സൂചനകൾ നൽകുന്നുണ്ട്.
അതിലൊന്ന് നമുക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്താണ് തബാറക്ക. തബാറക്കയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായിക്കൊണ്ട് പടച്ചവൻ പഠിപ്പിക്കുന്നതും മരണവും ജീവിതവും നിശ്ചയിച്ചതുമെല്ലാം ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന്, നല്ല പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ഉള്ളിൽ ഈ ഒരു ആയത്ത്, തബാറക്കയിലെ രണ്ടാമത്തെ ആയത്ത്, ആദ്യത്തെയും രണ്ടാമത്തെയും ആയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ആലോചിച്ചാൽ മതി. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നമ്മളെ പരീക്ഷിക്കുകയാണ്. അപ്പൊ ആരാണിത് പരീക്ഷിക്കുന്നത്? നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ. എന്താണ് നമ്മളും പടച്ചവനും തമ്മിലുള്ള ബന്ധം? നമ്മൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. പടച്ചവനുമായി നമ്മളുള്ള കോൺട്രാക്റ്റ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞത് നിങ്ങളെ ഭൂമിയിലേക്ക് വിടുകയാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ്? 2 മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് തന്ന ഹുദയിലൂടെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗം, ശാശ്വതമായ സൗഖ്യം നിങ്ങൾക്ക് കിട്ടും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നരകമായിരിക്കും, അതും ശാശ്വതമാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിരന്തരമായി പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ആരുമില്ലാത്ത ഒരു ഐലൻഡ്, അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട്. ഈ ഒരു ഐലൻഡിലേക്ക്, ഒരു ചെറിയൊരു പ്രദേശത്തേക്ക് നിങ്ങളെ അതിൻ്റെ ഓണർ പറഞ്ഞയക്കുകയാണ്. നിന്നെ അവിടേക്ക് അയക്കുന്നത് നിന്നൊന്ന് മോണിറ്റർ ചെയ്യാനാണ്. ഇപ്പം നമ്മൾ റിമാൻഡ് തടവുകാരെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിടുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഒരു ജയിലിലേക്ക് ഒരാൾ അയക്കുന്നത് പോലെ ഇയാളോട് പറയാണ്, നീ ജയിലിലൊന്നുമല്ല, നീ പോയിക്കോ. നീ അവിടെ ചെയ്യേണ്ട സാധനങ്ങൾക്ക് കൃത്യമായൊരു മാനുവലുണ്ട്. ആ മാനുവൽ പ്രകാരം നീ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് പീരീഡേ ഉള്ളൂ. അത് കഴിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ കണക്കറ്റ സന്തോഷവും സൗഖ്യവും സ്വർഗവും നിനക്കുണ്ട്. പക്ഷെ അവിടെ നിന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പല സാധനങ്ങളും ഉണ്ടാവും. അതിലേക്ക് നീ പോയാൽ, നീ ചെന്നാൽ നിനക്ക് എന്ത് കിട്ടില്ല? ഇതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നു. എന്നിട്ട് പറയും നിന്നെ മോണിറ്റർ ചെയ്യാൻ നല്ലൊരു CCTV സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ബയോ ചിപ്പുകൾ എന്ന് പറയുന്ന ചിപ്പുകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ജീനിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ശരീരത്തിൽ തന്നെ ഘടിപ്പിച്ച ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ട്രാക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന രൂപത്തിൽ ഇപ്പോൾ നമ്മളെ ടെക്നോളജി വളർന്നു വരുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ മനുഷ്യനെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാൻ, ഓരോ സാധനവും രേഖപ്പെടുത്താൻ, പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഒക്കെ തോന്നാറുണ്ട്, ഇപ്പം റഖീബിന് അതീത്, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളെ പറ്റി ഒക്കെ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് പോലും അങ്ങനെ എഴുതുകയാണല്ലോ എന്നൊക്കെ. ഇപ്പോഴത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ ടക്കടക്കടക്കടക്കറിഞ്ഞത് ഒന്നും പറയണ്ട. നമ്മളിപ്പോൾ യൂട്യൂബിലും ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള സാധനങ്ങൾ ഒന്ന് റീറൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന AI സൗകര്യങ്ങൾ വന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തും. നല്ല കാര്യങ്ങൾ വലതുഭാഗത്തും ചീത്ത കാര്യങ്ങൾ ഇടതുഭാഗത്തും രേഖപ്പെടുത്തുന്നു. വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. എത്ര വേണ്ടിയൊരു ബുക്ക്, എത്ര എഴുതും, എങ്ങനെ എഴുതും എന്നൊക്കെ സംശയം, അതൊന്നും സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പരീക്ഷണത്തിനാണ് മനുഷ്യനെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി ആലോചിച്ചാൽ പിന്നീട് നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇത് മുഴുവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചുകൊണ്ട് പടച്ചവൻ പറഞ്ഞ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യരോടും ജിന്നുകളോടുമായി പടച്ചവൻ പറഞ്ഞത്
വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമായി പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല. പരമമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുറച്ചു കാലം നമ്മൾ ഇവിടെ നിൽക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? പടച്ചവൻ പറഞ്ഞതുപോലെ ജീവിക്കുക, പടച്ചവൻ പറഞ്ഞ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുക, പടച്ചവൻ പറഞ്ഞ ദിക്റുകൾ നമ്മൾ ചെയ്യുക, പടച്ചവൻ പറഞ്ഞ നന്മകൾ നമ്മൾ ചെയ്യുക. പടച്ചവൻ വിരോധിച്ച തിന്മകളൊന്നും ജീവിതത്തിൽ വരാതെ നിന്നാൽ നമുക്കുണ്ട് എന്ത് കിട്ടും? ഇവിടെയും സൗഖ്യമുണ്ടാകും, പരലോകത്തും സൗഖ്യമുണ്ടാകും. വളരെ എളുപ്പത്തിൽ ഈ വിഷയം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇന്ന് ലോകത്ത് ആളുകൾക്ക് ജീവിത പ്രയാസങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭയമാണ്, പേടിയാണ്. ഈ ഭയം ലോകത്ത് നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചു നോക്കൂ. ചെറിയൊരു കുട്ടിക്ക് ടീച്ചറെ പേടി, കുറച്ച് വലുതായി കഴിഞ്ഞാൽ ജോലി തന്ന ജോലിയുടെ ഉടമയെ പേടി, ബാപ്പാനെ പേടി, ഉമ്മാനെ പേടി, ഉദ്യോഗസ്ഥന്മാരെ പേടി, പോലീസിനെ പേടി, കോടതിയെ പേടി, ജയിലിനെ പേടി, ഭരണകൂടത്തെ പേടി, അയൽ രാജ്യങ്ങളെ പേടി. എത്ര പേടി മാത്രം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ഈ പേടിയാണ് നമുക്ക് സംഘർഷമായി മാറുന്നത്. അപ്പം മനുഷ്യൻ നിർഭയനായി വരണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് അള്ളാഹുവിനെ മാത്രം പേടിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? അള്ളാഹു നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വേറെ വരുള്ളൂ. അപ്പം ഞാൻ വെറുതെ പേടിച്ചിട്ട് കാര്യമില്ല, നിശ്ചയിച്ച എന്തായാലും വരും. ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും ശക്തിയുള്ള, രാജാതിരാജനായ പടച്ചവൻ നിശ്ചയിച്ച കാര്യം, ഈ കാര്യം എന്തായാലും വരും. അപ്പോൾ പടച്ചവനെ പേടിച്ചാൽ ബാക്കിയുള്ള ആളുകളെ പേടിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന് സൂറത്തുൽ ബഖറയിൽ 155 ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഇത്ര എളുപ്പമായി ലോകത്തുള്ള മുഴുവൻ സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങൾക്കുമുള്ള കാരണം ഒറ്റ ആയത്തിൽ പറയാണ്. ഇതാണ് ഖുർആനിൻ്റെ ഒരു അത്ഭുതം. മറ്റേത് ലോകത്ത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകളോളം പ്രഭാഷണം നടത്തുകയോ കട്ടി ബുക്കുകളോ എഴുതേണ്ട സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറയാണ് വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കും. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്? ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് പരീക്ഷിക്കും. രണ്ടാമത് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ഭയം ഞാൻ പറഞ്ഞു, ബോംബിടുമോ എന്ന് പേടിച്ചു നിൽക്കുന്ന പലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ ഒരു ഭാഗത്ത്, എന്നാൽ നല്ല സമ്പന്നരായ ഇസ്രായേലിൽ ജീവിക്കുന്ന ആൾക്കാരും ഓർക്ക് പേടി തന്നെയാണ്. എപ്പോഴാണ് ഈ പറയുന്ന സാധനം? എന്നിട്ട് ഒരു ബോംബ് പലസ്തീനിലോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ബങ്കറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ബങ്കർ കണ്ട ആൾക്കാരറിയാം എന്ത് കഷ്ടപ്പാടാന്ന്. അവിടെ AC ഉണ്ടാവുമെന്ന് മാറ്റി നിർത്തിയാൽ വലിയ പ്രയാസങ്ങളുള്ള ബങ്കറുകളിലേക്ക് ആളുകൾ ഓടി ഒളിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ദുർബലന് മാത്രമല്ല അതിശക്തനും പേടിയുണ്ട്. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച് നടക്കുന്ന ആൾ നെതന്യാഹുവാണ്. കാരണം എന്താ? അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത്, എപ്പോഴും അപകടപ്പെടാവുന്ന അവസ്ഥയിലേക്ക്. അപ്പം ഭയം ഒരു ഭാഗത്ത്. രണ്ടാമത്തെ പേടി മനുഷ്യൻ്റെ പ്രയാസം ജൂആൻ, വിശപ്പ്. അത് സ്വന്തം വിശപ്പാകാം, മക്കളുടെ വിശപ്പാകാം, മാതാപിതാക്കളുടെ വിശപ്പാകാം, സമൂഹത്തിൻ്റെ വിശപ്പാകാം, ഇതൊക്കെ ആകാം. അപ്പം വിശപ്പ് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിശപ്പിൻ്റെ വിഷയം നമ്മൾ ഗൗരവത്തോടെ കൂടി കണക്കാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പുണ്യങ്ങളിൽ ഏറ്റവും വലിയ പുണ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പുണ്യങ്ങളിൽ ഏറ്റവും വലിയ പുണ്യം പഠിപ്പിച്ച സ്ഥലങ്ങളിൽ പറഞ്ഞത് ഒന്ന്, ഏറ്റവും വിശപ്പുള്ള ദിവസം ഒരു മനുഷ്യന്, ഒരു വിശപ്പുള്ള ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമാണ്. അപ്പം വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട് ആളുകൾ പരീക്ഷിക്കപ്പെടുന്നു.
രണ്ടാമത്തത് പറഞ്ഞത് വിശപ്പാണ്. മൂന്നാമത്തത് വനക്സിം മിനൽ അംവാൽ, ദാരിദ്ര്യം കൊണ്ട് കച്ചവടം പൊട്ടിപ്പോയി, പൈസ ഇല്ല, മക്കളെനിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല, ചെയ്യുന്ന ബിസിനസ് മുഴുവൻ ഫ്ലോപ്പ്. ഇതുകൊണ്ടും പടച്ചവൻ നിങ്ങളെ പരീക്ഷിക്കും. അതേപോലെ വനക്സിം മിനൽ അംവാലി വൽ അംഫുസ്, ഇഷ്ടപ്പെട്ടവർ കൂടെയുള്ളവർ മരിച്ചു പോവുക, ജീവൻ നഷ്ടപ്പെടുക, ഇതുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ഒരിക്കൽ ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമ്മളെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്കെന്തുണ്ടാകും? സങ്കടമുണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും, ബേജാറുണ്ടാകും, സംഘർഷമുണ്ടാകും. അപ്പം അതുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. സമറാത്ത്, സമറാത്ത് എന്നാൽ നിങ്ങൾക്ക് കായ്ക്കനികൾ, അതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ വളർച്ച, അതല്ലെങ്കിൽ കായ്ക്കനികളെ കൊണ്ട് നമുക്ക് ഭക്ഷ്യ ദൗർലഭ്യം കൊണ്ട് പരീക്ഷിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ, ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം ഒറ്റ ആയത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നിർത്തി. ഇതല്ലാത്തത് വളരെ കുറവേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ബിസിനസ് സംബന്ധമായ പണസംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞു, വനക്സിം മിനൽ അംവാൽ. പിന്നെ പറഞ്ഞു മരണം, രോഗം, ചികിത്സ, അതിനോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വലിയൊരു വിഷയമായി പറയുന്നത്. വിശപ്പ്, പട്ടിണിയാണ് മറ്റൊരു പ്രശ്നം, ഭയമാണ് മറ്റൊരു വിഷയം, പിന്നെ പ്രകൃതി വിഭവങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ന് യൂറോപ്പിൽ നടത്തിയ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് മനുഷ്യന്റെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ എന്തുണ്ടാകണം എന്ന് പറയുമ്പോൾ സംഘർഷം എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിലൊക്കെ തന്നെയാണ്, ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവരോട് പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, ഇത്തരം സന്ദർഭങ്ങളിൽ ബിസിനസ് പൊട്ടുമ്പോൾ, വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ, കീശയിൽ പൈസ ഇല്ലാത്ത സമയത്ത്, പട്ടിണി കൊണ്ട് കുടുംബം വിഷമിക്കുന്ന സമയത്ത്, നാട്ടിൽ മുഴുവൻ വെറുതിയും ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത്, ഭയം കൊണ്ട്, യുദ്ധം കൊണ്ടും ഭീഷണി കൊണ്ടുമൊക്കെ പേടിച്ച് കഴിയുന്ന സമയത്ത് പടച്ചോൻ പറയുന്നു വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ വേണം, സഹനം വേണം. ഈ ക്ഷമയുണ്ടാക്കുക എന്നുള്ളത് യഥാർത്ഥ വിശ്വാസമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസം എന്നതുകൊണ്ട് പറയുന്നത് അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, ആ റബ്ബാണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിച്ചത് എന്നുള്ള യഥാർത്ഥമായ വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഒരാൾക്ക് പെട്ടെന്ന്, നമ്മൾ സാധാരണ ഈ പാലിയേറ്റീവ് കെയറിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്നൊരു ഉദാഹരണമാണ്, ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു മുഴ, കുറച്ച് വലുപ്പട്ടല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് ആ മുഴ അവിടെ ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തുള്ള സാധാരണ ഒരു പ്രാക്ടീഷണറുടെ അടുത്ത് പോകുന്നു. അയാൾ ഒരു 2 ദിവസം ഗുളിക കഴിക്കും. ഇയാളുടെ ഒരു 5 ദിവസം ഗുളിക കഴിച്ചിട്ടും മുഴ പറയുന്നില്ല, കുറച്ച് കൂടിയോന്നൊരു ഡൗട്ട്. അപ്പോൾ അയാൾ പറയുന്നു ടൗണിൽ പോയിട്ട് ഇനി ആളെ സർജൻ ഒന്ന് കാണിക്ക്. സർജൻ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്യേ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ചെന്നപ്പോഴും പറഞ്ഞു ഒന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു പേടി, ഇത് ഇവിടുന്ന് സാധനം കുറച്ച് പിടുത്തം വിട്ടോ എന്നൊരു സംശയം. അപ്പോൾ കുത്തിയെടുത്ത റിപ്പോർട്ടായിട്ട് ഇങ്ങനെ നമ്മൾ അയാളെ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ അയാൾ റിപ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയണേ ഇതിൽ ചെറിയ കുറച്ച് പ്രശ്നമുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്തൊന്ന് പോയിട്ട് ഒരു ടെസ്റ്റും കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ ഇയാളുടെ പേടി വീണ്ടും കൂടി. ഞാൻ പറയുന്നത് നോർമൽ എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ഗുരുതരമായ അസുഖത്തിൻ്റെ ഭാഗമായി മാറുന്ന സ്റ്റേജുകളാണ് ഞാൻ പറയുന്നത്. ഇയാൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ പോകേണ്ടത് ഇന്ന സ്ഥലത്താണ്, ക്യാൻസർ ആശുപത്രിയിൽ പോകണമെന്നാണ് പറയുന്നത്. അയാൾ പോകുന്നു, അവിടുന്ന് നോക്കിയിട്ട് പറയുന്നു ഈ ഇതിന് ഓപ്പറേഷൻ ചെയ്യണം, ബയോപ്സി എടുക്കണം, ഓപ്പറേഷൻ ചെയ്യണം, കീമോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഭയം ഇങ്ങനെ കൂടാണ്. അപ്പോൾ അടുത്തേക്കുന്ന ഒരാൾ പറയാണ് ചികിത്സ തുടങ്ങി, അത്ര കുറയുന്നില്ല. വേറൊരാൾ പറയാണ് നിങ്ങൾ ഒരു പണി വേറൊന്നും ചെയ്യണ്ട, ഇന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഒരു നെയ്യ് അവിടേക്കൊരു ദാനം കൊടുക്ക്, അവിടേക്കൊരു നേർച്ചയാക്ക്, എന്നിട്ട് അവിടുന്ന് തരുന്ന ആ ശൈഖോ ആ വിഗ്രഹമോ അതല്ല ആ പുണ്യസ്ഥലമോ തരുന്ന സാധനം നിങ്ങൾ കുടിച്ചു നോക്കിയാൽ
കുറേ ആൾക്കാർക്ക് മാറിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, എന്തായാലും ഇപ്പോൾ ഇതൊക്കെ ചെയ്തു, കുറവ് കാണുന്നില്ല, ഇനി അടുത്ത റൗണ്ട് റേഡിയോ തെറാപ്പി വേണം എന്നാണ്, റേഡിയേഷൻ വേണം എന്നാണ് പറയുന്നത്, എന്നാൽ പിന്നൊന്ന് കുടിച്ചൂടെ എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലനബലുവന്നക്കും എന്നുള്ളത്. ഇവിടെ നമ്മൾ ക്ഷമ, സഹനം, ഇതെൻ്റെ പടച്ചവൻ എന്നെ കൃത്യമായി പരീക്ഷിക്കുകയാണ്, എനിക്ക് ഈ രോഗം തന്നത് പടച്ചവൻ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടും എന്നുള്ള കഠിനമായ, ശക്തമായ, ദൃഢമായ വിശ്വാസമുള്ള ഒരാൾ പറയും, ഇത് മരുന്നാണോ? നിങ്ങളീ പറയുന്നത് മരുന്നാണോ, ചികിത്സയാണോ? സ്റ്റാൻഡേർഡായി പറയുന്ന ഇതിന് കൊടുക്കുന്ന ചികിത്സയാണോ നിങ്ങൾ പറയുന്നത്? അല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ആ സിദ്ധന്റെ അടുത്ത് പോയാൽ, ആ ബീവിന്റെ അടുത്ത് പോയാൽ, ആ തങ്ങളെടുത്ത് പോയാൽ, ആ ജാറത്തിങ്കൽ പോയാൽ, ആ ക്ഷേത്രത്തിൽ പോയാൽ അവിടുത്തെ ശക്തി കൊണ്ട് ഈ സോക്കട് മാറും എന്നല്ല നിങ്ങൾ പറയുന്നത്. അത് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ നരകത്തിൽ പോകേണ്ടി വരും, ശിർക്കാണത് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സമാധാനം ഉണ്ടാവും. ശിർക്കിനോട് ബന്ധപ്പെട്ട ഒരു ചികിത്സക്കും ഞാനില്ല എന്ന്. വേറൊരാൾക്ക്, ഇത് ഞാൻ വളരെ വിശദമായി പറയേണ്ട സമയമില്ലാത്തതുകൊണ്ട്, വേറൊരാൾക്ക് അയാൾക്ക് എന്നും കുടുംബത്തിൽ പ്രശ്നം, കുട്ടികൾക്ക് അസുഖം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അവന് മരിക്കുന്നു, ഇവര് മരിക്കുന്നു, ചികിത്സക്ക് എല്ലാ ദിവസവും പ്രശ്നം. അയാളോടൊരാൾ പറയാണ്, നിങ്ങളെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും ഒരു മുട്ടമ്പൽ എന്തെങ്കിലും എഴുതിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൂലുമ കെട്ടിയിട്ട് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു പണി ഇന്ന സ്ഥലത്തുള്ള ഒരു തങ്ങളെ, ബീവിനെ, പണിക്കരെ, ജ്യോത്സ്യൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ചാൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ കണ്ട് പോയാൽ അതോടുകൂടി അയാൾ ശിർക്കിലായി. അയാൾ കൊടുക്കുന്ന ഒരു ഏലസ്, അയാൾ കൊടുക്കുന്ന ഒരു മന്ത്രച്ചരട്, അയാൾ കൊടുക്കുന്ന എന്തെങ്കിലും ആ രൂപത്തിലുള്ള ഐക്കല്ല് കെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഇങ്ങനത്തെ നൂല്, മന്ത്രിച്ചൂതിയ നൂല്, ഐക്കല്ല്, ചരട് കെട്ടിയാൽ ഓ ശിർക്ക് ചെയ്തു എന്ന്. ശിർക്ക് ചെയ്തവനെ പറ്റി പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞേ? അയാൾക്ക് നരകമാണ്, നിത്യമായ നരകമാണ്. അപ്പൊ ശുദ്ധമായ വിശ്വാസമുള്ള ഒരാള് ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ സബറോട് കൂടി അയാൾ എന്ത് ചെയ്യും? സുജൂദിൽ വീട് പടച്ചോന്ന് പറയും, പടച്ചോനെ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നിട്ടുണ്ട്, ഞാൻ പിടിച്ചു നിൽക്കുകയാണ്, കണ്ണും പൂട്ടി പിടിച്ചു നിൽക്കുക. എൻ്റെ അമ്മായി പറയണു ഇന്നോടത്ത് പോയിട്ട് അത് ചെയ്യണം എന്ന്, എൻ്റെ കുഞ്ഞളെ പറയണു മറ്റോടത്ത് പോയിട്ട് ഒരു കാണിക്ക വെക്കണമെന്ന്, എൻ്റെ അമ്മോശം പറയണു അവിടെ പോയിട്ട് ഒരു മെയ്ത്തിരി കത്തിച്ചൂടെന്ന്. ഇതിനൊന്നും ഞാൻ പോകില്ല പടച്ചോനെ, ഞാനിവിടെ സുജൂദിൽ കിടന്ന് നിന്നോട് ക്ഷമയോടെ സഹനത്തോടെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ പടച്ചവന്റെ മലായികത്തുകൾ നമുക്ക് സമാധാനം തരും. അത് രോഗമാകട്ടെ, വീട്ടിൽ ആരെങ്കിലും ചെയ്തു എന്ന് പറയുന്ന സിഹിർ, മാരണം, അല്ലെങ്കിൽ എന്നുള്ള പരിപാടികൾ, കൂടോത്രം ഒക്കെ ആകട്ടെ, ഇത്തരം ആളുകളോട് നമുക്ക് പറയാൻ പറ്റണം, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ജീവിത പ്രയാസങ്ങളിലുള്ള പരിഹാരം ശുദ്ധമായ തൗഹീദാണ്. എന്തുകൊണ്ടും കാര്യമില്ല, ഇതുകൊണ്ടേ നമുക്ക് നിലനിൽക്കാൻ പറ്റും. ഞാൻ അതാണ് ആ ഉദാഹരണം പറഞ്ഞത്. നമ്മൾ അയച്ച പടച്ചവൻ പറഞ്ഞു, നിന്നെ വലനബുലുവന്നക്കും, പരീക്ഷിക്കുന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ഡോസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പടച്ചവനോട് പ്രാർത്ഥിക്കുക, താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ചവനെ രക്ഷപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുക. നമ്മളെ വിശ്വാസത്തെ തകർക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ആ ചുറ്റുപാടുകളിൽ വരുന്ന ആളുകളോട് നമ്മൾ എന്തു പറയാ? വിശ്വാസത്തോടു കൂടി നമ്മൾ നിലനിന്നുകൊണ്ട് നമ്മൾ പറയുക, ഇതെന്നെ പടച്ചവൻ പരീക്ഷിക്കുന്ന ആണ്, ഇതെന്നെ പരീക്ഷിക്കുന്നു, ഞാൻ ശുക്ർ ചെയ്യുമോ അതല്ല ഞാൻ കുഫർ ചെയ്യുമോ എന്ന് നോക്കാൻ രണ്ട് അവസ്ഥയേ ഉള്ളൂ. ഒന്നുകിൽ ശുക്ർ അല്ലെങ്കിൽ കുഫർ. ശുക്രില്ലാത്ത അവസ്ഥ കുഫറിലേക്ക് പോകുന്നു. ഏത് സാധനം നമുക്ക് ചിലപ്പോൾ നല്ലൊരു സൗകര്യം ചെയ്തു തരുന്നു, പടച്ചവൻ നല്ലൊരു സൗകര്യം നമ്മളെ പിടിച്ചിട്ട് ഇതിൻ്റെ മൊത്തത്തിൽ ഒരു ജില്ലയുടെ മുഴുവൻ ചാർജുള്ള ഒരു കളക്ടറോ അല്ലെങ്കിൽ പ്രസിഡന്റോ വലിയൊരു പോസ്റ്റ് തരുന്നു. അപ്പോൾ നമ്മൾ ഞാൻ ഭയങ്കരാണ്, ഓൻ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഓനെ വെട്ടണം, ഓനെ നിരത്തണം, ഓനൊന്നും കൊടുക്കരുത്, ഓൻ നിന്നെങ്ങനെ കളിയാക്കിയവനാണെന്നോ പറഞ്ഞിട്ട് പക വീട്ടാൻ പോയാൽ നമ്മളെന്തായി?
നമ്മൾ കുഫറിലേക്ക് പോയി. എന്നാൽ ശുക്രോട് കൂടി നമ്മൾ പറയാ, പടച്ചവനെ ഇത് തന്ന വലിയ അനുഗ്രഹമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത്, ഈ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ചെലവഴിക്കണം, എൻ്റെ ഉത്തരവാദിത്വം ചെലവഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് പടച്ചവനിൽ നിന്ന് സഹായം ലഭിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരം സന്ദർഭങ്ങൾ, ജീവിത പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങൾ വരുമ്പോഴും നമ്മൾ സബറോട് കൂടി നിൽക്കുക, ക്ഷമാലുക്കളാവുക. ഇത് പറയാൻ ഭയങ്കര ഈസിയാണ്. സഹിക്കുക സഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ അറിയുമോ യാസർ കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും മക്കാ മുശ്രിക്കുകൾ ദ്രോഹിക്കുക മാത്രമല്ല, അവരുടെ മക്കളെ, അവരുടെ ഭാര്യയെ, അവരുടെ ഭർത്താവിനെ അടക്കം എല്ലാവരെയും ദ്രോഹിച്ച് ക്രൂരമായി മർദ്ദിച്ച് ശലവും ചോരയും ഒക്കെ ഇതാക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് കണ്ടുപോകുമ്പോൾ പടച്ചവനെ ഓട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് ഇവരോട് പറയുന്നുണ്ട്, സബറൻ യാ ആല യാസർ വലക്കുമുൽ ജന്ന. അതിൻ്റെ ഒന്നും ഒരു 10% 1% പോലൊന്നും നമ്മളാരും ഒന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. നമുക്കിപ്പോൾ എന്താ, ഇപ്പൊ നമുക്ക് വലിയൊരു ബിസിനസ് ഉണ്ട്, അതൊന്ന് ചുരുങ്ങിപ്പോയി. ഇപ്പൊ നമുക്ക് ഭയങ്കര മെച്ചങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് ചുരുങ്ങിപ്പോയി. ഈ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കുള്ളതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കുണ്ട്, പക്ഷേ ഭയങ്കരമാണ് എന്ന് അസ്വസ്ഥമാണ്. അവിടെയാണ് ഇസ്ലാമിൽ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉള്ള ചില മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളെയാണ് സാധാരണ ഇതിനെ സൈക്കോളജിസ്റ്റുകൾ സബ്ലിമേഷൻ ടെക്നിക്കുകൾ എന്നാണ് പറയുക. സബ്ലിമേറ്റ് ചെയ്യുക എന്ന് പറയും. സബ്ലിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തുമ്പോൾ തന്നെ അങ്ങനെ കെട്ടിവരിയാതെ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രശ്നത്തിനെ വെന്റിലേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് നേരിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ, ഒരാൾക്കൊരു വലിയ പ്രശ്നമുണ്ട്, നമ്മളെന്ത് ചെയ്യണം? പല ആൾക്കാരും ചെയ്യുക, ആരോടും പറയാതെ സങ്കടപ്പെട്ട് വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കും. നമ്മൾ നമ്മുടെ ദുഃഖം, പ്രയാസം പറയാൻ, അത് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു അടുപ്പമുള്ള ആത്മമിത്രത്തെ നമ്മൾ കണ്ടെത്തണം. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. അതാണ് പല ആൾക്കാരും പല വിവാദത്തോടു കൂടി. ഈ ആത്മമിത്രം അള്ളാഹുവിനെ ശരിക്കും പേടിക്കുന്ന വിശ്വാസിയായ ഒരു മനുഷ്യനാകണം. അല്ലാത്ത ആളെ ആത്മമിത്രമാക്കി എന്താ ചെയ്യുക? അയാൾ പറയും, ഈ സങ്കടം കുറയാനേ എൻ്റെ അടുത്തൊരു ചെറിയ ഗുളികണ്ട്, അത് നാവിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്ന് പറയും. മയക്കുമരുന്ന് എടുക്കാൻ പറയും. അല്ലാത്തവൻ പറയും, നീ എൻ്റെ കൂടെ വാടാ, ബാറിൽ പോയിട്ട് ഇങ്ങനെ ഒരു 5 പെഗ്ഗണ്ട് അടിച്ചാൽ നല്ല സുഖം ഉണ്ടാവും, ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുന്നത്. അവിടെയാണ് ആത്മമിത്രത്തെ നമ്മൾ സുഹൃത്തായി സ്വീകരിച്ച്, നല്ല തൗഹീദ് ഉൾക്കൊണ്ട ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവൻ പറയും, നീ ഒന്നും പേടിക്കണ്ട, വാ നമുക്കൊന്ന് നടന്നു നോക്കാം, നമുക്ക് ഇനി സ്ഥലത്തൊന്ന് പോയി നോക്കാം, ഇനി ആളെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാം, അയാൾ നമുക്കൊരു പരിഹാരം പറഞ്ഞു തരും. നമ്മൾ പള്ളിയിൽ പോയിട്ട് കുറച്ചു നേരം നമ്മളൊന്ന് ഖുർആൻ ഓതുക, അത് ശരിയാവും. നീ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ചില വീട്ടിൽ മരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. ഭക്ഷണം ചിലപ്പോൾ ശരിക്കും കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും അത് നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ അയ്യോ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതല്ലേ എന്നൊരു നമ്മളിങ്ങനെ അയ്യോ എന്ന് നിൽക്കാതെ ഈ മരിച്ച ആളുടെ ബന്ധുവിനെ, മകനെ അല്ലെങ്കിൽ വാപ്പാനെ നമ്മളൊന്ന് കൂടെ വരി, നമ്മളൊന്ന് കൂടെ ഒന്ന് പള്ളിയിൽ പോവാ, നമ്മളൊന്ന് പുറത്തു പോയി വരിക, നമ്മളെന്തെങ്കിലും ഇത് ഇങ്ങനെ ഇയാളെ കൂടെ പിടിക്കുകയും അതോടൊപ്പം തന്നെ ഇയാളോട് നമ്മളൊന്ന് പള്ളിയിൽ ഒരു ക്ലാസ് കേൾക്കാൻ പോവുക, നമ്മൾ ഇനി സാധനങ്ങൾക്ക് പോവുക, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നമ്മളൊരു പരിപാടി ഉണ്ട്, നമ്മളൊന്ന് കൂടെ വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ഡോപ്പമിൻ സെറട്ടോണിൻ്റെ ഒരു ആക്സിസ് ഉണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് നടക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ ഹോർമോണുകൾ ഉണ്ടല്ലോ, ഇത് നടക്കുന്ന ഒരു ആക്സിസ് ഉണ്ട്. അതിനൊന്നും കൂടി ഡീവിയേറ്റ് ചെയ്ത് കൊടുത്താൽ ഇയാളുടെ ഉള്ളിൽ നെഞ്ചകത്ത് കെട്ടിക്കിടന്നിരുന്ന സങ്കടം വേറൊരു വഴിക്കണ്ട് പോകും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ആക്സിഡൻറ്റിൽ ഭർത്താവ് മരിക്കുന്നു, ഭയങ്കര സങ്കടം, എനിക്ക് ഞാനാണോ ഇനി ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് കരുതുന്ന ആ സ്ത്രീ 1 കൊല്ലം കഴിഞ്ഞ് പുതിയ ഭർത്താവിൻ്റെ കൂടെ സുഖകരമായി ജീവിച്ചു പോകുന്ന എന്താ കാരണം? ഇവർക്കറിയാം ഇത് സബ്ലിമേറ്റ് ചെയ്യാൻ. സംഭവമുണ്ട്, ദുഃഖമുണ്ട്,
വിഷമമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ അത് സപ്ലിമേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ആക്സസ് നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത്. ഒരു സങ്കടമുള്ള സ്ഥലത്ത് നമ്മൾ പോകണം. കല്യാണത്തിന് പോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മരിച്ചോടത്ത് നമ്മൾ പോകണം എന്നതാ പറയുന്നത്. മരിച്ചോടത്ത് പോയി ഈ താജിയത്ത് മരിച്ചതിന് ശേഷമുള്ള 2-3 ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് ചെല്ലണം എന്ന് പറയുന്നത് എന്താ? ചില ആൾക്കാർ മരിച്ച വിഷമത്തിൽ നിസ്കാരമില്ല, നോമ്പുമില്ല, തുണി ഉടുക്കാതെ, കുളിക്കാതെ, ഉറങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും സ്നേഹത്തോടു കൂടിയുള്ള ആളുകളായിരിക്കും. അവരെ വിളിച്ചിട്ട് ഒന്ന് കൂടെ ഇരുന്ന് അവരൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവരെ വിഷമങ്ങൾ, ആ ഉപ്പ നമുക്കും വേണ്ടപ്പെട്ടിരുന്നു, ആ ഉപ്പാനെ പറ്റിയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉപ്പാക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, നീ ഒന്ന് കുടിക്ക്, നീ ഒന്ന് വൃത്തിയായി നിസ്കരിക്ക്, കുറച്ച് ദുആ ചെയ്യും ഉപ്പാക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ മനസ്സിൽ മാറ്റം വരും. അപ്പം ഇതാണ് നമ്മൾ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിത പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറ്റവരും ഉടയവരും ചെയ്യേണ്ടത്. അല്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ വാപ്പ മരിച്ച വീട്ടിൽ വന്നിട്ട് ചില ആൾക്കാർ വന്നിട്ട് പറയും, അല്ലാ ഈ മോക്ക് ഇനിയിപ്പോൾ ആരാ ഉള്ളത്, 10 വയസ്സുള്ള മോളോട് ഇപ്പൊക്കെ ഇനിയിപ്പോൾ ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അണഞ്ഞുകൂട്ടി വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുക. ആ കുട്ടി വിചാരിക്കണം ഇനി കാരണവരുണ്ട്, എളാപ്പണ്ട്, മൂത്താപ്പണ്ട് ആ കുട്ടി കരുതുന്നത്. ഈ വന്ന ഒരാള് എന്ത് ചെയ്യുന്നു, ഭയങ്കര ഡ്രമാറ്റിക്കലായി നാടകത്തിലുള്ളവര് ഈ കുട്ടിക്ക് ഇനിയിപ്പോൾ ആരാണ് പടച്ചോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പാടില്ല. ആ കുട്ടിനോട് ഉപ്പ പടച്ചോനെ വിളി കേട്ടിട്ട് പോയിട്ടുണ്ട്, നമ്മളൊക്കെ ഇല്ലേ, എനിക്ക് പാപ്പല്ലേ, എളാപ്പല്ലേ, കാരണവരില്ലേ, മാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കുറച്ച് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിക്കണം. സത്യത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കൗൺസിലിങ്ങിനെ പറ്റി മാത്രം പഠനങ്ങളുണ്ട്. ഓരോ ആളുകൾ വന്നപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നോക്കിയാൽ എത്ര ശാസ്ത്രീയമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങളറിയോ, അവസ്മാരം ബാധിച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഒരു ഹദീസാണത്. നമ്മൾ പള്ളിയിൽ വായിച്ച ഒരു ഹദീസ്. അവസ്മാരം ബാധിച്ചുകൊണ്ട് ഒരു സ്ത്രീ അല്ലാഹ് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ അവസ്മാരം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് പടച്ചോനെ, ഇതൊന്ന് മാറ്റിത്തരാൻ ദുആ ചെയ്യുമെന്ന്. അപ്പോൾ പടച്ചോൻ പറഞ്ഞു, നിനക്ക് അത് അങ്ങനെ, റസൂൽ പറഞ്ഞു നിനക്കത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നിനക്ക് ഖൈറ്, പകരം നിനക്ക് സ്വർഗം കിട്ടും. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് അവസ്മാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ ദുആ ചെയ്യുമെന്ന്. പ്രവാചകൻ ദുആ ചെയ്തു. പിന്നീട് അവസ്മാരമുണ്ടായി, പക്ഷേ എന്തുണ്ടായില്ല എന്നാവും. ഇത് നമുക്കൊരു രോഗിയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഗുരുതരമായ ഒരു രോഗിയോട് പറയാണ്, നീ ദുആ ചെയ്തോ, നിനക്ക് ഇതിന്റെ പകരമായി സ്വർഗം കിട്ടുമെന്ന്. ഒരു പനി വന്നാൽ പോലും പകരമായി സ്വർഗം കിട്ടും എന്ന്, പകരമായി പ്രതിഫലം കിട്ടുമെന്നും പുണ്യം കിട്ടുമെന്നും പഠിപ്പിച്ച മതമാണ്. ഒരു വേദന, ഒരു മുള്ള് നമ്മുടെ കാലിൽ തറച്ചാൽ പോലും നമുക്ക് അതിൻ്റെ പകരമായിക്കൊണ്ട് ഓരോ വേദനക്കും പുണ്യം കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണ്. ഇത് നിങ്ങൾ രോഗികളോട് പറഞ്ഞു നോക്കൂ, മരണമുണ്ടായ ആളുകളോട് പറഞ്ഞു നോക്കൂ, സാമ്പത്തികമായി കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളോട് പറയൂ, നീ ഒരു പേടിയും പേടിക്കണ്ട, നീ മറ്റുള്ളവരെ പോലല്ല, നിനക്ക് കയ്യും കാലുമില്ലേ, നിനക്ക് കണ്ണും ചെവിയും നാവുമില്ലേ, നീ മറ്റൊരു രൂപത്തിലേക്ക് പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര ആളുകൾ, എത്രയെത്ര ഒരിക്കലും തിരിച്ചു വരില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്തിനെ കണ്ടു, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ ഒരു മനുഷ്യൻ, അയാളെ നാട്ടുകാർ മുഴുവൻ, പോലീസും നാട്ടുകാരും എല്ലാം അയാളെടുത്തുനിന്ന് നേരിട്ട് വരാത്തൊരു പ്രശ്നത്തിന് അയാൾ ആകായി റിമാൻഡിൽ ഇട്ടുതൊക്കായി. കഴിഞ്ഞ ദിവസം 15 കൊല്ലത്തിന് ശേഷം ഞാൻ അയാളെ കണ്ടു. അയാൾ ഇന്ന് അയാളുടെ മേഖലയിൽ വലിയ മനുഷ്യനായി തിരിച്ചു വന്നിരിക്കുന്നു. നമ്മളെന്താ ചെയ്യുക, എനിക്കിനി ഒന്നും വേണ്ട, ആത്മഹത്യ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാനിനി നാട് വിട്ടു പോകാൻ എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞ് അള്ളാഹ് ഞാൻ ഇത്ര കാലം നിസ്കരിച്ചു, ഇത്ര കാലം നോമ്പ് പറ്റി, എന്താ കിട്ടിയത് എന്ന് ചോദിക്കരുത്. പകരം നമ്മൾ പറയാ, ഇതെനിക്ക് കഠിനമായ, എനിക്ക് ഗൗരവമേറിയ, അസഹനീയം എന്ന് പറയുന്ന അത്രയും വലിയ ഒരു പരീക്ഷണം പടച്ചവൻ തന്നു. ഇതിന്മ ഞാൻ പിടിച്ച് ക്ഷമിച്ച് സഹിച്ച് പടച്ചവനോട് ദുആ ചെയ്താൽ പകരം എനിക്ക് സ്വർഗം കിട്ടും, ആയുസ്സുണ്ടെങ്കിൽ നന്മയുള്ള ലോകവും കിട്ടും എന്ന് പറയാൻ ഉള്ള കരുത്ത് നമുക്ക് വേണം. അങ്ങനെ ആശ്വസിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഈമാൻ വേണം, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഖ്ലാസ് വേണം, നമ്മുടെ ഉള്ളിൽ ശുദ്ധമായ തൗഹീദ് വേണം. ആ തൗഹീദ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമുക്ക് അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം.
ഓരോ വിഷയത്തിലും നമ്മൾ അങ്ങനെയുള്ള സമീപനങ്ങൾ നമ്മൾ എടുത്താൽ നമുക്ക് എപ്പോഴും ആശ്വാസവും സമാധാനവും സന്തോഷവും പടച്ചു തരും. അതിനു വേണ്ടി ആയിരിക്കണം സത്യത്തിൽ നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ലക്ഷ്യം, നമ്മളവിടെ സൃഷ്ടിച്ച് പറഞ്ഞയച്ച ലക്ഷ്യം വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹ സമാവാതി വൽ അർദ് ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കണം, ധൃതിയിൽ നടന്നു പോകണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ കാര്യമായിക്കൊണ്ട് വളരെ അക്ഷീണ പരിശ്രമം നിങ്ങൾ നടത്തണം. മഗ്ഫിറത്ത് മാത്രമല്ല, വജന്നത്തിൻ, സ്വർഗത്തിനു വേണ്ടി. അർദുഹ സമാവാതി വൽ അർദ്, പ്രവിശാലമായ ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയും ചക്രവാളങ്ങളുടെ ഒക്കെ അപ്പുറത്തും അത്രയും വിശാലമായ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ, മുത്തഖിയാകാൻ വേണ്ടി. മുസ്ലിമും മുത്തഖിയും തമ്മിലുള്ള വ്യത്യാസമാണത്. നമ്മൾ പണിയെടുക്കേണ്ടത്, ഞാനൊരു ചെറിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് ചെയ്താൽ ഏത് കാര്യവും പുണ്യാർഹമായ ഒരു കാര്യമായി മാറും. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഷോപ്പിലേക്ക് കയറുന്നു, നമ്മുടെ ജോലി തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെക്കും. പിന്നെ ചെയ്യുന്ന പ്രവർത്തനം ഒക്കെ പുണ്യകർമ്മമായി നമുക്ക് വരും. ബിസ്മില്ല എന്ന് ചെയ്ത് പറഞ്ഞു തുടങ്ങിയ ഒരു സാധനം പിന്നെ നമുക്ക് ആളെ പറ്റിക്കാൻ പറ്റില്ല. അയാൾക്ക് 200 നോട്ടിന് പകരം 20 നോട്ട് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ആ സാധു ചിലപ്പോൾ അതേറ്റാണ് പോവും. പക്ഷേ നമ്മൾ ബിസ്മില്ല ചൊല്ലി തുടങ്ങിയ ഒരു സാധനം അള്ളാഹു കാണുന്നുണ്ട്. ഒരു മനുഷ്യനെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല, നമുക്ക് വഞ്ചിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ പണിയെടുക്കുന്നത് മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാനും സ്വർഗം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് ഉള്ള ഗുണമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഗുണങ്ങൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവർ സ്വകാര്യമായും പരസ്യമായും ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഇവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവർ, അതേപോലെ തന്നെ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ആളുകൾ. എന്തെങ്കിലും ഒരു വിഷമമുള്ള ഒരു പ്രശ്നമുള്ള ആളാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാളെ വേട്ടയാടിക്കൊണ്ട് അയാളെ പ്രശ്നമാക്കിക്കൊണ്ട് പക വീട്ടിക്കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ ഫാമിലി കോർട്ടുകളിലും ക്രിമിനൽ സിവിൽ കോർട്ടുകളിലും ഒക്കെയുള്ള കേസുകൾ, ഞാനൊരു വളരെ പ്രമുഖനായ ഒരു ജഡ്ജിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ വാശിയും പകയും കൊണ്ടും മാത്രമാണ് 95% കേസുകളുമുള്ളത്. വാശി, ഞാൻ വിട്ടെടുക്കൂല, കേസ് കൊടുക്കുക. എന്നിട്ട് വർഷങ്ങൾ പൈസയും സമയവും അധ്വാനവും അതിൻ്റെ പിന്നാലേക്കിട്ട് വിടൂല ഞാൻ ഈ വാശി. അല്ലെങ്കിൽ പക, ഓനെ വിദ്വേഷത്തോടു കൂടി അവനെ നമ്മൾ തീർക്കണം, ഓൻ ജീവിക്കാൻ പാടില്ല എന്നുള്ള പക. ഈ വാശിയും പകയും നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക, ഞാനൊരു മനുഷ്യൻ, അടിമ. ഈ അടിമയായ ഞാൻ എങ്ങനെയാണ് എന്നെപ്പോലുള്ളൊരു മനുഷ്യനോട് വാശി, എന്നെപ്പോലുള്ളൊരു മനുഷ്യനോട് പക? എന്തിനാ എനിക്ക്? ഓൻ എന്നെപ്പോലുള്ള ഭർത്താവ് സൃഷ്ടിച്ച ഒരാളല്ലേ. ഒരേ കാറ്റഗറിയിലുള്ള രണ്ടാൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിൻ്റെ ആവശ്യമില്ല, പകയുടെ ആവശ്യമില്ല. ഇതൊന്നുകൊണ്ട് മാറ്റി നിർത്തിയാൽ ഇന്നത്തെ നമ്മുടെ കോടതികൾ, നിങ്ങൾ ആലോചിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിലൊക്കെ കോടതിയിലൊക്കെ മനുഷ്യനില്ലാത്ത കാലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ആൾക്കാർക്ക് പ്രശ്നമില്ല. ആൾക്കാർ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അപ്പം വിട്ടുവീഴ്ച, പൊറുക്ക്, മാപ്പൊക്കെ കെട്ടിപ്പിടിക്കുക കഴിഞ്ഞ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഫാമിലി കോർട്ടുകളിൽ അല്ലെങ്കിൽ അതിരിൻ്റെ പ്രശ്നത്തിൽ, ചെറിയ ചെറിയ വിഷയത്തിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിച്ച് നമ്മൾ പോകേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മളെ ലക്ഷ്യം എന്താണ്? സ്വർഗം കിട്ടില്ല. അപ്പം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? നമ്മളൊക്കെ മുഹ്സിനുകളിൽ മാറും, മുഹ്സിനായി മാറും. നമുക്ക് ആ വലിയ ഒരു സമാധാനം നമുക്കുണ്ടാകും. രാത്രി നമ്മൾ കെടുക്കാൻ നേരത്ത് ഇശാനിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കെടുക്കാൻ നേരത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ന് ചെയ്ത നന്മകൾ എന്തെല്ലാമായിരുന്നു നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും കാര്യങ്ങൾ, ഇന്ന് ചെയ്ത തിന്മ, അയ്യോ ഞാനത് അങ്ങനെ പറയേണ്ടില്ലായിരുന്നില്ലേ, അയാളോട് അങ്ങനെ മോശമായി സംസാരിക്കേണ്ടില്ലായിരുന്നില്ലേ, അയാളോട് പെരുമാറാൻ പാടില്ലായിരുന്നില്ലേ എന്ന് തോന്നുമ്പോൾ നമ്മളെ സംഘർഷങ്ങൾ കുറയും, നമ്മളെ വിഷമങ്ങൾ. പിറ്റേന്ന് അയാളെ വിളിച്ചിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി, സോറി എന്നുള്ളൊരു മെസ്സേജിൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
അയാളോട് ഞാൻ ആ ഒരു വിഷമത്തിൽ പറഞ്ഞതാണ്, ഒന്നും കരുതരുത്, പുറത്തു തരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗം തീർന്നു. അതുകൊണ്ടാണ് ഒരു വിശ്വാസി 3 ദിവസത്തിലേറെ വേറൊരാളോട് സലാം പറയാതെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അയാളോട് പോയി പറയാമോ പറ്റിപ്പോയതാണ്, പറഞ്ഞു പോയതാണ്, ആ ഒരു വികാരത്തിന് പറഞ്ഞതാണ്, കുറച്ച് ബീപ്പി ഉണ്ടായതുകൊണ്ട് പറഞ്ഞാൽ പുറത്താളിന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇത് കുടുംബങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ജീവിത പ്രയാസങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിലേക്ക്, അതുകൊണ്ടാണ് യൂറോപ്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിലേക്ക് അവർ വരാനുള്ളൊരു കാരണം, ഇത് അവരുടെ ജീവിത സംഘർഷങ്ങൾ കുറക്കാനുള്ള, ജീവിതത്തിൽ ശരിക്കും ഒരു മോട്ടിവേഷൻ ലഭിക്കുന്ന രൂപത്തിൽ, ജീവിതത്തിൽ ജീവിക്കാനുള്ളൊരു ഉത്സാഹവും താല്പര്യവും വരുന്ന രൂപത്തിലേക്ക് ഇസ്ലാം മാറുമ്പോൾ ആളുകൾ ഇതിലേക്ക് കടന്നു വരും. കാരണം മഹാഭൂരിപക്ഷം ആളുകൾക്കും സംഘർഷവും ടെൻഷനും ബുദ്ധിമുട്ടുകളുമാണ്. അവർക്ക് ഇസ്ലാമിനെ ഇന്ന ആൾക്കാരെ കണ്ടില്ലേ, ഒരു പ്രയാസമില്ലല്ലോ, അയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾ പള്ളിയിലിരിക്കും, കുറച്ചു നേരം ദുആ ചെയ്യും, ആ പ്രശ്നങ്ങൾ മാറും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിന് നന്ദി പറയാൻ വേണ്ടി, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ ആകുമ്പോൾ പടച്ചവൻ്റെ സഹായം പല രൂപത്തിലും നമുക്ക് ലഭിക്കും. അതിൽ ധന്യതയുണ്ടാകും, ബർക്കത്തുണ്ടാകും. ഒരു 100 രൂപ ഹലാലായി കിട്ടുന്നതും 1,00,000 രൂപ ഹറാമായി കിട്ടുന്നതും താരതമ്യപ്പെടുത്തുമ്പോഴാണ് ആ വിഷയം നമുക്ക് മനസ്സിലാക്കുക. ഇനിയും ദീർഘമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് ഈ വിഷയത്തിലാക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, നബി തിരുമേനിയുടെ ചരിത്രത്തിലേക്ക് മടങ്ങുക. സഹാബാ കിറാം ഇത്തരം ഒരു അവസ്ഥയിൽ എന്തു ചെയ്ത് എന്നറിയാൻ ഇപ്പോൾ നമുക്കൊന്ന് ചാറ്റ് GPT തെക്കിയാൽ മതി. വലിയ വലിയ കിതാബുകൾ കുറേ നേരം മറിച്ച് നോക്കണ്ട. ഈ വിഷയത്തിന് എന്ത് ചെയ്യണം എന്നറിയാൻ ഒന്ന് ടൈപ്പ് ചെയ്താൽ ചരിത്ര സംഭവങ്ങൾ ഇങ്ങനെ വരും. പ്രവാചകൻ പറഞ്ഞത് എന്തൊക്കെയെന്ന് പറയും, ഇതിനോട് ബന്ധപ്പെട്ട് ഖുർആനിലുള്ള ആയത്തുകൾ എന്തൊക്കെയെന്ന് പറയും. അതോടുകൂടി നമുക്കത് ജീവിതത്തിൽ പകർത്തിയാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് സമാധാനമുണ്ടാകും, നന്മയുണ്ടാകും, മഗ്ഫിറത്തുണ്ടാകും, സ്വർഗമുണ്ടാകും. ആ സ്വർഗത്തിനു വേണ്ടി നിരന്തരം പണിയെടുക്കുന്ന വിശ്വാസികളിൽ പടച്ചവൻ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ പുറത്തുകൊണ്ട് നമ്മെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതൽ അലീമുൽ ഹകീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.